അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് കുറേ കാലം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. വലുതൊക്കെ ആണെങ്കിൽ 4-5 എണ്ണം ചേർത്താൽ മതി. ചെറുതായതുകൊണ്ടാണ് ഇത്ര എണ്ണം ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. പെരിഞ്ജീരകമല്ല, ചെറിയ ജീരകമാണ് ചേർത്തത്. ഇതൊരല്പം തരുതരപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിക്കാണ് അരച്ചെടുക്കേണ്ടത്. ഒരുപാട് പേസ്റ്റ് ആവരുത്. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പത്തിരിപ്പൊടി എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 കപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് കടലപ്പരിപ്പ് എടുത്ത് ഒന്ന് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്തെടുത്തിരുന്നു. അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ എരിവിന് പാകത്തിന് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറിനായിട്ട് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരല്പം സ്പൈസിയായ രീതിയിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളുത്ത എള്ളും കൂടെ ചേർത്തിട്ടുണ്ട്. വെളുത്തതോ കറുത്തതോ ആയിട്ടുള്ള എള്ള് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കായം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടറിന് പകരം വേണമെങ്കിൽ നെയ്യും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. എണ്ണയാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു പലഹാരം ആയി വരുമ്പോൾ ഒരല്പം ഹാർഡായിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ കയ്യിൽ എന്തായാലും ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ ചേർത്ത് കൊടുത്തോളൂ. ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഇവിടെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. നിങ്ങൾ കുറച്ചായി ചേർത്ത് കൂട്ടൊന്ന് കുഴഞ്ഞി വരുന്ന രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കൈ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം ഒരുപാട് കൂടാതെ എന്തായാലും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത് ഇതിൻ്റെ ചൂട് ഒരല്പം ഒന്ന് ആറി വരുമ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഒരുപാട് ചൂടാറേണ്ട ആവശ്യമില്ല. ഒരല്പം ചൂടിൽ തന്നെ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് ഹാർഡായിട്ടല്ല വേണ്ടത്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഇനി ഈ ഒരു കൂട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ നിന്നും ചെറിയൊരു ഉരുള എടുക്കുക. കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഞാനിവിടെ ബട്ടർ പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബട്ടർ പേപ്പറിൽ ഇതിങ്ങനെ വെച്ച് കൊടുത്ത് ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ഷേപ്പ് കിട്ടിക്കോളും. ഇനി അല്ല നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇലയിൽ വേണമെങ്കിലും വെച്ച് കൈ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് നേർത്തിട്ടല്ല, ഒരല്പം കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് ഒരുപാട് കൂട്ടെടുത്ത് പരത്തിയിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ലോ ടു മീഡിയത്തിലേക്ക് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഉള്ളോളം നല്ല ക്രിസ്പി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം. കുറച്ച് സമയത്തേക്ക് അനക്കാൻ നിൽക്കണ്ട. ഇതുപോലെ എണ്ണയുടെ മുകളിലേക്ക് അത് കുറച്ച് സമയം കഴിയുമ്പോൾ പൊങ്ങി വരും. ആ ഒരു സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെയിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. ഇത് നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോൾ അത് ആ ഒരു എണ്ണയുടെ തുള്ളലൊക്കെ മാറി ഒന്ന് സെറ്റിലാവുന്ന രീതിക്കാവും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇതിൻ്റെ ചൂട് ആറി വരുംതോറും ഇതിൻ്റെ ക്രിസ്പിനെസ്സും നന്നായിട്ട് കൂടി വരും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പൊടി ഉപയോഗിച്ചുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നിപ്പട്ട് അല്ലെങ്കിൽ തട്ടേ എന്നൊക്കെ പറയും. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. ഇതിൻ്റെ ചൂട് ആറി വന്നതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 1 മാസത്തോളമൊക്കെ കേടാകാതെ ഇരുന്നോളും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.